ബസ് വരുന്നത് 8 വർഷം വരെ കാത്തിരുന്നവർ ഉണ്ടാകുമോ? മലമ്പുഴ നിവാസികളുടെ കാത്തിരിപ്പിന് അത്രത്തോളം ദൈർഘ്യമുണ്ട്. 8 വർഷം മുമ്പ് മലമ്പുഴയിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് പോലും കയറാറില്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മലമ്പുഴയുടെ അവസ്ഥയാണിത്. കാണാം ഷാരിഖ് നവാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കാത്തിരുന്ന് കാലവും കടന്നുപോയി. ഈ കാണുന്നത് ഒരു ബസ് സ്റ്റാൻഡ് കെട്ടിടമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നേ വരെ ഒരു ബസ് പോലും കയറാത്ത ഒരു ബസ് സ്റ്റാൻഡ്. ഇതിന്റെ ദയനീയാവസ്ഥയുടെ കഥ കാണാം. മെയ് 4 അന്നത്തെ പ്രതിപക്ഷ നേതാവും സ്ഥലം MLA-യുമായ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡ് ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. റോക്ക് ഗാർഡന് മുന്നിലായി ജലസേചന വകുപ്പ് 1,45,00,000 രൂപ ചെലവഴിച്ചാണ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. ഉദ്ഘാടനം ചെയ്ത ശേഷം VS അച്യുതാനന്ദൻ ഇങ്ങനെ പറഞ്ഞിരുന്നു: ബസ് സ്റ്റാൻഡ് നന്നായി നടത്തിക്കൊണ്ടുപോകാൻ പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കണം. പക്ഷേ അതൊന്നും പഞ്ചായത്ത് കാര്യമായി എടുത്തില്ല എന്നാണ് പിന്നീടുള്ള നാളുകളിൽ മലമ്പുഴ നിവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും മനസ്സിലായത്. ബസ് സ്റ്റാൻഡ് കെട്ടിയത് പ്രത്യേകിച്ച് ആർക്കും ഉപകാരപ്പെടുന്നവർ കാണുന്നില്ല. അവിടെ ഒരാളെയും കാണുന്നില്ല. അത് മൊത്തത്തിൽ കാട് കയറി കിടക്കുകയാണ്. 2-3 പ്രാവശ്യം അച്യുതാനന്ദനൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഴയ ബസ് സ്റ്റാൻഡിലൂടെ തന്നെ ബസ് ഒന്ന് കയറി പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ബസ് പാർക്കിംഗ് ചെയ്യണ്ട, ഇവിടെ ഒന്ന് ആകെ ഇറക്കിയിട്ട് ഇവിടെ കയറ്റാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ആരും ശ്രദ്ധപ്പെട്ടില്ല, ആരും ചെയ്തിട്ടുമില്ല അതുവരെ. ഉപയോഗിക്കാതെ കിടക്കുന്ന മലമ്പുഴ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒട്ടേറെ സമരങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ഉദ്യാനത്തിന് മുന്നിലിട്ടാണ് ബസ്സുകൾ തിരിക്കുന്നത്. ഇത് ഒട്ടേറെ അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. ആകെപ്പോൾ അതിനുകൊണ്ട് ഉപകാരം എന്ന് പറയാൻ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമസഭ നടത്തും, അതിനേ ഉള്ളൂ. പിന്നെ നായ്ക്കൾക്ക് സുഖമായി കിടന്നുറങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. നാണക്കാടാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ബസ്സാണ്. കേരളത്തിലെ ആദ്യത്തെ ബസ് സ്റ്റാൻഡാണ്. അതിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. സ്റ്റാൻഡിന്റെ ചുറ്റുപാടും കാട് കയറി ഇവിടെ തെരുവ് നായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും ഇഴജന്തുക്കളുടെയും വാസസ്ഥലമായി. യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാൻ സ്ഥാപിച്ച പ്ലാറ്റ്ഫോമും പൊട്ടിപ്പൊളിഞ്ഞു, ഇരിപ്പിടങ്ങളും തകർന്നു. സ്റ്റാൻഡിനകത്തെ 2 കടമുറികളുടെ ഷട്ടറും തുരുമ്പെടുത്തു നശിച്ചു. കാട് കയറിയും കെട്ടിടം ദ്രവിച്ചും ഇരുമ്പ് തുരുമ്പെടുത്തും ഈ ബസ് സ്റ്റാൻഡ് നശിച്ചു പോവുകയാണ്. അധികൃതർ കണ്ണ് തുറക്കാത്തിടത്തോളം കാലം ഇതൊരു പ്രേതപ്പറമ്പായി തന്നെ കിടക്കും. മലമ്പുഴയിൽ നിന്ന് ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.